ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുളകിൻ്റെ വിത്താണ് നടാൻ പോകുന്നത്. മുളകിൻ്റെ അല്ല, ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള വിത്താണെങ്കിലും നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. നശിച്ച് പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കിളിക്കാൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കെന്തായാലും ഇതേപോലെ വറ്റൽമുളകിൻ്റെ അരി തന്നെ ഇട്ട് നോക്കാം. ഏത് പച്ചക്കറിയുടെ അരി വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ അരി അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇത് ചാരമാണ്. ഇതേപോലത്തെ ചാരം ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1-2 തുള്ളി വെള്ളവും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ഉണങ്ങിയ അരി തന്നെ നോക്കിയെടുക്കണം, അല്ലാതെ പച്ച അരി ഇടരുത്. ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് കുറച്ച് നേരം നിങ്ങൾ വെയിലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ നല്ലതുപോലെ അതിനകത്ത് ഇത് പിടിക്കത്തുള്ളൂ. ഇനി ഞാൻ ഇതേപോലെ ഒരു ടയറിനകത്താട്ടോ നടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ തറയിലോട്ട് നട്ട് നോക്കാം, ഇല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലോട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട് നോക്കാം. നമ്മുടെ വിത്തുകളെല്ലാം കിളിച്ചതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ തറയിലോട്ടോ നമുക്ക് മാറ്റി നടാം. ഇപ്പോൾ നമ്മൾ നിരപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വിത്ത് എപ്പോഴും ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കൈ ഉപയോഗിച്ച് വിത്തുകളെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ഞെരടി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഈ കാണുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി ഇതേപോലെ വേണം മണ്ണിട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് മണ്ണിട്ട് കൊടുക്കരുത്. ഇതേപോലെ കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മണ്ണ് വെതറി കൊടുക്കാനേ പാടുള്ളൂ. ചിലവർ ഒരുപാട് മണ്ണ് അതിൻ്റെ മണ്ടയിലിട്ടും പിന്നെ വിത്ത് കിളിക്കാതെ വരും. അപ്പോൾ കുറച്ച് മാത്രം മണ്ണിട്ട് കൊടുത്താൽ മതി. എങ്കിൽ മാത്രമേ പെട്ടെന്ന് വിത്ത് മുളച്ച് വരത്തുള്ളൂ. ഒത്തിരി മണ്ണ് വാരിയിടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വെള്ളം ഇതേപോലെ നമുക്ക് നനച്ച് കൊടുക്കാം. ഇപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ വെള്ളം നനച്ച് കൊടുക്കണം. ഇനി തണലിനായിട്ട് 1-2 ഇതേപോലുള്ള കമ്പുകൾ കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. തണൽ കമ്പുകളായിട്ട് ഇതേപോലെ ഇലയുള്ള കമ്പുകൾ നോക്കി ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ചുറ്റിനും കുത്തി കൊടുക്കണം. ഒരു സൈഡ് മാത്രം കുത്തി കൊടുക്കരുത്. കുറച്ച് വെയിൽ മാത്രം കിട്ടുന്ന രീതിയിൽ നമുക്ക് കുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 20 ദിവസമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തൈകളൊക്കെ കിളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നല്ല രീതിയിൽ കിളിച്ച് മേലോട്ട് ഉയർന്നതിന് ശേഷം മാത്രം നമുക്കത് മാറ്റി നട്ടാൽ മതി. അപ്പോൾ ഈ രീതിയിൽ നട്ടാൽ നല്ല രീതിയിൽ കിളിച്ച് വരും. ഒരു തൈ പോലും പന്നലായി പോകത്തില്ല. നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ മറ്റ് വീഡിയോയും കൂടെ നിങ്ങൾ കയറി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.